നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. വാവ് 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 വാട്ട് എ റിസൾട്ട്! യൂറോപ്യൻ ചാമ്പ്യന്മാരെയാണ് ഇതാ വീഴ്ത്തിയിരിക്കുന്നത് ബ്രസീലിയൻ ടീം ബോട്ടഫാഗോ. ക്ലബ്ബ് വേൾഡ് കപ്പിലെ വമ്പൻ അട്ടിമറി. വാട്ട് എ നൈറ്റ്, വാട്ട് എ മാച്ച്, വാട്ട് എ റിസൾട്ട്! ഓഹ് ഓഹ് 1-0 തകർപ്പൻ ജയം തന്നെയാണ് ഇഗോർ ഹീസസിന്റെ ഗോളിലൂടെ ബോട്ടഫാഗോ നേടിയിരിക്കുന്നത്. ആരെയാ വീഴ്ത്തിയിരിക്കുന്നത്? ഇന്ന് ലോക ഫുട്ബോളിലെ ഏറ്റവും ഫോമിൽ നിൽക്കുന്ന ടീം എന്നെല്ലാവരും വാഴ്ത്തിപ്പാടുന്ന PSG ഏകപക്ഷീയമായ ഒറ്റ ഗോളിന് വീഴ്ത്തി ഇഗോർ ഹീസസ് ആണ് അവരുടെ ഹീറോ. കളിയിലെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരവും അദ്ദേഹത്തിനായിരുന്നു. ശരിയാണ്, PSG ആണ് ആധിപത്യം പുലർത്തിയത്. നിരവധി അവസരങ്ങൾ അവർ ഉണ്ടാക്കിയെടുത്തു. കിട്ടിയ ഒരു ഗോളിന്റെ ലീഡ് സംരക്ഷിക്കാൻ വേണ്ടി ബോട്ടഫാഗോ കിണഞ്ഞ് ശ്രമിച്ചതിന്റെ ഫലമായിട്ട് വന്ന റിസൾട്ട് തന്നെയാണ്. ഒക്കെ സമ്മതിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ വരെ എന്തൊക്കെ വലിയ സമ്മർദ്ദങ്ങൾ അവർക്ക് നേരിടേണ്ടി വന്നു. 90 മിനിറ്റിലേക്ക് അടുക്കുന്ന ഘട്ടത്തിൽ റഫറിയുടെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഡിസിഷൻ, ആ ഫ്രീ കിക്ക് ബോക്സിന് തൊട്ടു മുന്നിൽ പ്രതിഷേധിച്ചു ബോട്ടഫാഗോ താരങ്ങളും കോച്ചും ഒക്കെ. ഒരു ഫലവുമില്ല. പക്ഷെ ഫ്രീ കിക്ക് വലയിലേക്ക് പോയില്ല. കഴിഞ്ഞില്ല. അവസാന നിമിഷം ആ കോർണറിനെ തുടർന്ന് വന്നിട്ടുള്ള അവസരങ്ങൾ, നിരവധി അവസരങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഡിഫെൻഡ് ചെയ്ത് അങ്ങ് അടിച്ച് പറത്തി വിടാൻ പറ്റുന്നില്ല ബോട്ടഫാഗോയുടെ താരങ്ങൾക്ക്. ഓരോന്നായി എടുത്ത് വീണ്ടും PSG നീക്കങ്ങൾ ഉണ്ടാക്കുമ്പോഴും അതിൽ നിന്നൊക്കെ പടപൊരുതി വിജയിച്ച് നിന്ന് ഒടുവിൽ ആ ഒറ്റ ഗോളിന് അവർ നേടിക്കയറി. യെസ്, ഇത് വമ്പൻ അട്ടിമറി തന്നെയാണ്. ഇഗോർ ഹീസസ് 36ാമത്തെ മിനിറ്റിൽ നേടിയ ഗോളിനാണ് PSG ബോട്ടഫാഗോ വീഴ്ത്തിയിരിക്കുന്നത്. മത്സരത്തിലെ PSG മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് സൂപ്പർ താരങ്ങൾ ഡിസിയ ഡു, ഗോൺസാലോ റാമോസ്, കിജാക്കാറോസ്, കേലിയ, വിറ്റീഞ്ഞ, വാറൻ സവേർ, എമറി എന്നിവരൊക്കെ അണിനിരന്നിരുന്നു. മറുഭാഗത്ത് ഇഗോർ ഹീസസിനെ മുന്നിൽ നിർത്തിയാണ് ബോട്ടഫാഗോ തങ്ങളുടെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ടിരുന്നത്. ഡിഫൻസിൽ അലക്സ് ടെല്ലസ് ഉണ്ടായിരുന്നു. എന്തായാലും കളിയുടെ 36ാമത്തെ മിനിറ്റിലാണ് കിടിലൻ ഗോൾ. പെനാൽറ്റി ബോക്സിന് പുറത്ത് നിന്ന് PSG ഡിഫൻഡർ ഒപ്പം നിന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത രൂപത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഷോട്ടിലൂടെ പന്ത് വലയിലേക്ക് ഇഗോർ ഹീസസ് എത്തിച്ചത്. ഇടവേള സമയത്ത് ഏകപക്ഷീയമായ ഒരു ഗോളിന് ബോട്ടഫാഗോ മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ ഞാൻ പറഞ്ഞല്ലോ, നിരവധി അവസരങ്ങൾ PSG ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എതിരാളികൾക്കെതിരെ ആ ഒരു ഗോൾ മടക്കിയടിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ഒരു കാര്യവും ഉണ്ടായില്ല. ആ ശ്രമം അവസാനം വരെ തുടർന്നെങ്കിലും ഈ ഒറ്റ ഗോളിന്റെ ലീഡ് സംരക്ഷിച്ച് നിർത്തി ഇതാ ക്ലബ്ബ് വേൾഡ് കപ്പിലെ വമ്പൻ അട്ടിമറി നടത്തിയിരിക്കുന്നു ബ്രസീലിയൻ ക്ലബ്ബ് ബോട്ടഫാഗോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.